അവന്മാരെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചതിനുള്ള നന്ദിയാണോ നീ ഇപ്പം എന്നോട് കാണിക്കുന്നത്? സോറി, എനിക്കറിയാം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന്. പക്ഷേ എനിക്കിവിടെ നിന്നേ പറ്റൂ. ശ്രീരാമേട്ട, എനിക്ക് അകത്ത് വരാവോ? അതിനെന്താ, നീ അകത്തേക്ക് വാ. ശ്രീരാമേട്ട, ഞാൻ ഏട്ടനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ അബി കുടിച്ചിട്ട് എൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അവൻ ഇന്നലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവൻ എന്നും പെൺപിള്ളേരുടെ കൂടെയാണല്ലോ, അതൊരു വലിയ കാര്യമില്ല. നീ വീട്ടിൽ നിന്ന് വഴക്കിട്ടാണോ നാട്ടിലേക്ക് പോകുന്നത്? അച്ഛൻ ശ്രീരാമേട്ടനെ വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. വഴക്കിടാനുള്ള കാരണവും പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പോഴും നിനക്ക് എനിക്കിപ്പോൾ ഒരു കല്യാണം അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെന്ന് മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ശ്രീരാമേട്ട, ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സ് കേൾക്കുന്നില്ല. എനിക്ക് വേറെ ആരെയും ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. അബി, നിന്നെയാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. പക്ഷേ അവൻ നിനക്ക് കറക്റ്റ് ചോയ്സ് ആണോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ സംശയം. ആണോ അല്ലയോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൻ്റെ സ്ഥാനത്ത് വേറൊരാളെ അതെനിക്ക് പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അബിക്കാണെങ്കിൽ എന്നെയും എനിക്ക് കുറച്ച് ടൈം വേണം. ഒക്കെ ഒന്ന് ശരിയാക്കണം. എങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇത്ര നാൾ നീ അവനോട് ഇത് തുറന്നു പറഞ്ഞൂടെ? ഞാൻ ഒരു ദിവസം പറയും. അത് ഇപ്പോഴെന്തായാലും വേണ്ട. നോക്കൂ രാധിക, ഞാൻ നിൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്തുനിന്ന് പറയാം. അബിയുടെ കാര്യം നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അവൻ ഡ്രസ്സ് മാറുന്ന പോലെ ഓരോ ആഴ്ചയിൽ ഓരോ പെൺപിള്ളേർ. പക്ഷേ നീ നിൻ്റെ ലൈഫ് തുലക്കരുത്. ഒന്നെങ്കിൽ നീ അവനുമായിട്ടെല്ലാം സെറ്റാക്കി കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവനിൽ നിന്ന്. ശ്രീരാമേട്ട, അവനിപ്പോൾ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ വലിയ ഇഷ്ടമാണ്. ആ കുട്ടിയായിട്ട് ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഉള്ളൊരു പ്ലാനില്ല. അതിനിടയിൽ ഞാൻ നോക്കൂ രാധിക, ഇതുപോലെ എത്ര പെൺപിള്ളേരെ ഇഷ്ടമാണെന്ന് അവൻ നിൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടില്ലേ? ഇതും അതുപോലെ അങ്ങ് പൊട്ടിപ്പോവും. അതിനിടയിൽ നീ നിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കിയെടുക്കണം. ഒന്നില്ലെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ അവനെ ഒഴിവാക്കണം. ഇതിലേതെങ്കിലും നീ ചെയ്തേ പറ്റുള്ളൂ. ശ്രീരാമേട്ട, എനിക്കറിയാം ഞാൻ പണ്ട് കണ്ടിരുന്ന ആളല്ല ഇപ്പോൾ അബി എന്ന്. എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം അവനെ മാറ്റിയെടുക്കാൻ. ശരി, അച്ഛനെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് വിളിക്കലൊന്നും കാണില്ല. പക്ഷേ നീ വിളിക്കണം. ഞാൻ വിളിച്ചോളാം. ചന്ദ്രു, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ, നീ വാ രാധിക, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ മോള് ചെല്ല്. ശരി ശ്രീരാമേട്ട. പിന്നെ കുട്ടി, നമുക്ക് പിന്നെ വിശദമായിട്ട് പരിചയപ്പെടാം. ഞാൻ അമ്മയടുത്തോട്ട് പോവുക. അബി ഞാൻ വിചാരിച്ച പോലെ ഒരാളെ അല്ലായിരുന്നു. നീ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞ? ഇന്നലെ നമ്മൾ സംസാരിച്ചതല്ലേ വൈകുന്നേരം ഹോസ്റ്റലിൽ പോകുന്ന കാര്യം. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇതിനിടയ്ക്ക്? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്ന. നീ ഒന്ന് വന്നേ, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. എനിക്കറിയാം എന്നെ പറ്റിയായിരിക്കും ഇപ്പോൾ അവൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ സോറി, എന്നെ കൊന്നല്ല ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ ഞാൻ തോറ്റതുപോലെ ആയിപ്പോൾ. എന്നെ ഇത്രയൊക്കെ പറ്റിച്ച അവനെ ഞാൻ ഇവിടെ വെറുതെ വിട്ടിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. എനിക്കിവിടെ നിൽക്കണം. നീ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ റെഡിയാണെന്നല്ലേ? പിന്നെ ഇപ്പം എന്ത് പറ്റി? രാവിലെ ഞാൻ സംസാരിക്കുമ്പോഴും എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം മാറിയത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന. മാത്രമല്ല അവളെ വസുന്ധര ഗ്രൂപ്പ് പ്രണവിൻ്റെ അനിയത്തിയ. അതാ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ ഒന്ന് കൂളാവും. അവളുടെ അടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. ഹലോ, ഹായ്. ഞാൻ ഹരി, ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റാ. ചന്ദ്രൻ്റെ ഫ്രണ്ടാ. അല്ല, എന്താ പോകുന്നില്ല എന്ന് തീരുമാനിച്ച താൻ ഇവിടുന്ന് പോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ അയാളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കോ. എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണങ്ങളൊന്നും എന്നോട് ചോദിക്കില്ല. എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോവില്ല. നോക്കു പെങ്ങളെ, ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെ പോലെ കണ്ട് പറയാം. അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. താൻ ഇവിടെ നിന്ന് അതൊന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് പറയുന്ന, ഇവിടുന്ന് പൊക്കോ. അയാളുടെ ഒരു പ്രശ്നത്തിലും ഒരു ഐഡിയാസിലും ഞാൻ ഇടപെടില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് പ്ലീസ്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. അയാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കോ. ഞാൻ ഇവിടുന്ന് പോയാൽ എൻ്റെ ശവം നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇവിടുന്ന് പോവില്ല. ശവോ? അങ്ങനെയൊന്നും പറയരുത്. തന്നെ അവൻ സഹായിച്ചതല്ലേ? ഇനി നോക്കൂ പെങ്ങളെ, 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒരു പെൺകുട്ടി വരും. ആ പെൺകുട്ടി ഇവിടെ വരുമ്പോൾ താൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് മൊത്തം പ്രശ്നമാവും. മാത്രമല്ല മീഡിയാസ് അറിഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നമാവും. അവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ അവൻ കൊണ്ടുവരുന്നത് അവൻ്റെ വൈഫായിട്ടാണ്. അപ്പോൾ താൻ ഇവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? വൈഫോ? അവനൊരു കുഞ്ഞിനെ വേണം. അവൻ്റെ ജോലിയിലായതുകൊണ്ട് തന്നെ അവനൊരു വാടക ഗർഭം വേണം.
അതിനൊരു കുട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഫാമിലിയിൽ അവൻ വൈഫ് എന്നാ പറയാൻ പോകുന്നത്. പക്ഷെ താൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കുഴയില്ലേ? താൻ എന്നവനെ മനസ്സിലാക്കുക. ഒന്നുമില്ലെങ്കിലും തന്നെ സഹായിച്ചതല്ലേ അവൻ. തിരിച്ച് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? വാടക ഗർഭോ? ഈശ്വര, ഇവരെല്ലാവരും കൂടെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ എങ്ങനെ അവരുടെ അടുത്ത് പകരം ചോദിക്കും? പെങ്ങളെ ഇവിടെ ഉണ്ടോ? എന്താ ആലോചിക്കുന്നേ? സോറി, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഹരി, എന്നാൽ അവളിവിടെ നിൽക്കട്ടെ. ആ പെണ്ണിൻ്റെ അടുത്ത് വരണ്ടാന്ന് പറ. നമുക്ക് ഇവളെ അങ്ങ് സെറ്റാക്കാം. എൻ്റെ കുഞ്ഞിനെ നീ അങ്ങ് പ്രസവിച്ച് തന്നാൽ മതി. എന്താ നോക്കുന്നത്? പറ്റില്ല അല്ലേ? അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം. ഞങ്ങൾ നിന്നെ സേഫായിട്ട് എടുത്ത് മാറ്റും. അതുപോലെ തനിക്ക്. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഹരി, ഞാൻ താഴെ കാറിൽ കാണും. നീ 5 മിനിറ്റിൽ അവളടുത്ത് റെഡിയായിട്ട് താഴെ വരാൻ പറ. പെട്ടെന്ന് പോകണം നമുക്ക്. എനിക്ക് സമ്മതമാണ്, ഞാൻ റെഡിയാണ്. ഹരി, അവളോട് റെഡിയാവാൻ പറ. എനിക്ക് ദേഷ്യം വരുക. കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഇപ്പോഴും അവൾക്ക് അറിയില്ല. നിങ്ങൾക്ക് കുട്ടിയല്ലേ വേണ്ട? ഞാൻ തരാം. പക്ഷേ അതുവരെ ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ അങ്ങോട്ടും പോവില്ല. അപ്പോൾ അതാണ് നിൻ്റെ പ്ലാൻ. എന്നിലൂടെ ഒരു കുട്ടി ഉണ്ടാക്കി എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ അങ്ങ് കൂടാം. അപ്പോൾ ചന്ദ്രാസ് ഗ്രൂപ്പിൻ്റെ മുകളിൽ കയറി അങ്ങ് ഇരിക്കാമല്ലോ. നടക്കിലടി പുല്ലേ. എക്സ്ക്യൂസ് മീ, ഞാൻ വസുന്ധര ഗ്രൂപ്പിൻ്റെ ഓണറാ. എൻ്റെ പേരിൽ ആ കമ്പനി സ്ഥാപനങ്ങളൊക്കെ. എനിക്ക് തൻ്റെ ഈ ചന്ദ്രാസ് ഗ്രൂപ്പൊന്നും ഒന്നുമല്ല, മനസ്സിലായോ? ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. ചന്ദ്രു, നീ അധികം വഴക്കിന് പോണ്ട. അവളെ അങ്ങ് സെറ്റാക്കാം. അതാകുമ്പോൾ നീ പറഞ്ഞ പോലെ എല്ലാ ക്വാളിറ്റീസും അവൾക്കുണ്ട്. നിന്റെ കണ്ടീഷൻസിനൊക്കെ അവൾ റെഡിയാ. എനിക്ക് തോന്നുന്നു ഇത് തന്നെയൊക്കെ മേ ബി ഈശ്വരനോട് നിനക്ക് എത്തിച്ചെന്നതായിരിക്കും ഈ പെൺകുട്ടിയെ. ഒരു സ്ട്രോങ് എഗ്രിമെന്റ് ഇട്ട അവൾ നിന്നെ അധികം ഒന്നും ശല്യപ്പെടുത്തില്ല. എന്തു പറയുന്നു? മാത്രമല്ല അവൾക്ക് ഇവിടെ നിൽക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും ഡിമാൻഡ് അവൾ വെക്കുന്നില്ലല്ലോ. സോ നിന്റെ കാര്യം കഴിഞ്ഞതും നമുക്ക് അവളെ ഇവിടെ നിന്ന് മാറ്റാം. എന്തു പറയുന്നു? അവൾക്ക് വേറൊരു ഡിമാൻഡും ഇല്ലാത്തത് എൻ്റെ പ്രശ്നം. അങ്ങനെ വെറുതെ ഇവിടെ കയറി നിൽക്കാൻ അവൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അവളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും. നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നീ വാ. നോക്കൂ പെങ്ങളെ, തന്നെ ഇതിന് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് നീ ആലോചിച്ച് വേണം എടുക്കാൻ. അറിയാലോ കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഒക്കെ. എനിക്കിവിടെ നിൽക്കണം. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മറിച്ച് താൻ എൻ്റെ ഹസ്ബൻഡായിട്ട് ഇവിടെ അഭിനയിക്കണം. ഹസ്ബൻഡോട്ട് അഭിനയിക്കാനോ? എന്താ നിൻ്റെ ഉദ്ദേശം? നീ പറയുന്ന വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ നിൻ്റെ കൂടെ കൈയും കോർത്ത് തോള് കൈയിട്ടൊക്കെ നടക്കണമെന്നാണോ? ഈ തൊടലും പിടിക്കും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ അങ്ങനെയുള്ള ആളല്ല. ഓ, താൻ തൊടാതെയും പിടിക്കാതെയൊക്കെ ആയിരിക്കും കുട്ടി ഉണ്ടാക്കുന്നത്. എനിക്ക് തന്നെ തൊടയും വേണ്ട, പിടിക്കുകയും വേണ്ട. അവരുടെ മുമ്പിൽ എൻ്റെ ഹസ്ബൻഡായിട്ട്, നല്ലൊരു കെയറിങ് ഹസ്ബൻഡായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും റെഡിയാണ്. ചന്ദ്രു, താൻ എന്തായാലും ആരെ കൊണ്ടുവന്നാലും അഭിനയിക്കണം. ഫാമിലീസിന്റെ മുന്നിൽ നിനക്ക് തീർച്ചയായിട്ടും ഹസ്ബൻഡായിട്ട് അഭിനയിച്ചേ പറ്റൂ. അത് തന്നെയാണല്ലോ ഈ കുട്ടിയുടെ ആവശ്യം. സോ നിനക്ക് സിമ്പിളാ. അങ്ങനെയാണെങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. എന്താ നീ പറയുന്ന? ഒരു കുഞ്ഞായ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ അങ്ങ് പിരിഞ്ഞു. അങ്ങനെയാവണം ഫാമിലീസും ബാക്കിയുള്ളവരും അറിയേണ്ടത്. അത്രയേ ഉള്ളൂ. ഞാൻ റെഡിയാണ്. ഞാൻ ഒരിക്കലും ആ കുഞ്ഞിൻ്റെ പേരിലോ തൻ്റെ പേരിലോ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കില്ല. എനിക്ക് വേണ്ടത് കുറച്ച് ടൈമാണ്. ആ ടൈമിൽ തനിക്ക് തൻ്റെ കുഞ്ഞിനെ തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ആരെയും ശല്യം ചെയ്യില്ല. ഹരി, ഇവളോട് നീ പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയി എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വാ. ഇതങ്ങ് ഉറപ്പിക്കാം. അഗ്രിമെന്റ് കാറിൽ തന്നെയുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ പോരെ? നമുക്കത് ഇവിടെ നിന്ന് തന്നെ അങ്ങ് ആഡാക്കി സൈൻ ഇട്ട് വാങ്ങാം. നീ പോയി എഗ്രിമെൻ്റ് എടുത്തിട്ട് വാ. നോക്കൂ സുധ, അവൻ എഗ്രിമെൻ്റ് എടുത്തിട്ട് വന്നവരെ തനിക്ക് ചിന്തിക്കാനുള്ള ടൈമുണ്ട്. തൻ്റെ ഫാമിലി റിലേറ്റഡ് ആണ്. ചിന്തിച്ച് നോക്ക്. അഭിയോടുള്ള ദേഷ്യത്തിന് ഞാൻ എൻ്റെ ലൈഫാണോ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇനി എന്താ നശിക്കാനുള്ളത്? എൻ്റെ ഏട്ടൻ, എന്നെ പൊന്നുപോലെ വളർത്ത ഏട്ടനാണ് അവൻ എന്നെ നിന്ന് അകറ്റിയത്. അവന് വേണ്ടി ഞാൻ ഈ വീട്ടിൽ നിൽക്കണം. അതിനിപ്പോൾ ഇതേ ഉള്ള മാർഗ്ഗത്തിൽ എനിക്ക് സ്വീകരിച്ചേ പറ്റൂ. എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവണേ അമ്മ. എഗ്രിമെന്റ് ഇതാ, വായിച്ചു നോക്ക്. അവളുടെ അടുത്ത് കൊടുക്ക്, വായിക്കട്ടെ. എനിക്ക് വായിക്കുകയൊന്നും വേണ്ട. എവിടെയാ സൈൻ ഉണ്ടോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. എൻ്റെ പൊന്നീശ്വര, ഇതിനെ ഞാൻ. ഹരി, അത് ഇങ്ങോട്ടെടുക്ക്. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ രജിസ്റ്റർഡ് മാരേജ് ആയിരിക്കും. അത് 1 വർഷത്തേക്കും വേണ്ടി മാത്രമായിരിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ഈ ഫാമിലിയിൽ നിൻ്റെ വായിന്ന് ഒരിക്കലും നീ ഇവിടെ വന്നത് ഇതിനാണെന്ന് അറിയരുത്. അങ്ങനെ അറിഞ്ഞാൽ അതിനുള്ളത് നിനക്ക് ഞാൻ പിന്നെ തരും. രജിസ്റ്റർഡ് മാരേജ് കഴിഞ്ഞ് നീ പ്രഗ്നൻ്റായി
ഡെലിവറിയും കഴിഞ്ഞാൽ ആ ഡെലിവറി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നീ ഇവിടുന്ന് പോകണം. ഞാനും കുഞ്ഞുമായിട്ട് നിനക്കൊരു ബന്ധവും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ കാണാൻ പോലും നീ ശ്രമിക്കരുത്. പിന്നെ ഇതിന് തനിക്ക് എത്ര കോടി വേണമെങ്കിലും ചോദിക്കാം, ഒരു മടിയും വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതിലൊരു കാര്യം കൂടെ എഴുതണം. എൻ്റെ ഭർത്താവായിട്ട് എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ കൂടെ അഭിനയിക്കാമെന്ന് താൻ സ്വമേധ ഒപ്പിട്ട് തരണം. അതുമാത്രം മതി. തനിക്ക് ഇഷ്ടമുള്ള പോലെയോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത് ശരിയാവില്ല ഹരി. ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഫ്രോഡ് പരിപാടിക്കാണെങ്കിൽ എന്നെ കിട്ടില്ല. താനത് ചെയ്യും. താൻ എഴുതി ഒപ്പിട്ട് തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ ഇവിടെ എല്ലായിടത്തും പറയും. ഇതുവരെ ഇതിവിടെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്നും ഞാൻ പറയും. അങ്ങനെ തന്നെ ഞാൻ കുത്തുപോളടിപ്പിക്കും. ഹരി, എൻ്റെ മുമ്പിൽ നിന്നുള്ള വിളിച്ചിട്ട് പോ. ഞാൻ സമ്മതം തെറ്റി നിൽക്കോ? ചന്ദ്രു, നീ ഒന്ന് കൂളാവ്. അവള് ജസ്റ്റ് അഭിനയിക്കാനല്ലേ പറയുന്ന, അതിനിപ്പോൾ എന്താ, സമ്മതിച്ചു കൊടുക്കുക. ശരി, സമ്മതിച്ചു. ഹരി, അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അഗ്രിമെൻറ്റിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് സൈനിട്ട് വാങ്ങ്. ബാക്കി പിന്നെ നോക്കാം. ഓക്കെ, ഇതാ അഗ്രിമെന്റ് റെഡിയായി. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് സൈൻ ഇട്ടാൽ മതി. ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് വേണം. അതിനെന്താ, ഞാൻ നാളെ വരുമ്പോൾ കോപ്പി എടുത്ത് നിന്റെ കൈ കൊണ്ടുതരാം, പോരെ? എന്താ പറയുക, ഞാൻ ഇറങ്ങട്ടെ ചന്ദ്രു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. പിന്നെ രണ്ടുപേരും ചെക്കപ്പിന് വരണം. ശരി, നീ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് നോക്കിയാലോ. അപ്പോൾ അങ്ങനെ തുടങ്ങാമോ? എന്ത് തുടങ്ങാന്ന്? ഇപ്പം തന്നെ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടല്ലേ, അത് തന്നെ. കുട്ടി ഉണ്ടാക്കണ്ട. അതിന് എൻ്റെ കയ്യിൽ കോപ്പിയൊന്നും കിട്ടിയില്ലല്ലോ. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങളെന്തിനാ നിങ്ങൾ അടുത്തോട്ട് വരുന്ന? എൻ്റെ പെർമിഷൻ തന്നെ തൊടാൻ പാടില്ല. സത്യം പറ, ആരാ നീ? എന്താ നിൻ്റെ ഉദ്ദേശം? എനിക്കെങ്ങാനും എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ച തന്നോട് ആരാറോ അനുവാദമില്ല നിന്റെ കൈ കയറി പിടിക്കാൻ പറഞ്ഞു. കാര്യമൊക്കെ ശരി, എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല. അതൊക്കെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അനിയനും ചേട്ടനും എല്ലാം കണക്കാം. എല്ലാം ഒരു ത്രാസി തോന്നും. ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇയാളുടെ അടുത്ത് സൂക്ഷിച്ചു നിൽക്കണം. ഇവിടെ ആരും ഇല്ലേ? എല്ലാവരും ഇവിടെ പോയി. അല്ല, ഇതാര്? ശീതൽ മോളോ? എന്താ ഈ വഴിയൊക്കെ? അത് ആൻറ്റി, അനുവിനെ കണ്ടു ഒരുപാട് ദിവസമായില്ലേ, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ആണോ? അതല്ലേ നോക്കുന്നത്. നീ വരുമെന്ന് പറഞ്ഞെങ്കിൽ അവൾ പറയുമായിരുന്നല്ലോ. അവൾ റൂമിലുണ്ട് മോളെ. ആണോ? എന്നാ ഞാൻ അവളെ പോയി നോക്കട്ടെ. ഞാൻ പറയാതെ വന്നതേ. ഈ കുട്ടി എന്താ ഇവിടെ? നീ എന്താ മോളെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്ത് പറ്റി? ആൻറ്റി, ഇതാരാ? ആരെയാ നീ പറയുന്നത്? എവിടെ? ഓ, അതോ, അത് നമ്മുടെ ചന്ദ്രു കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. നീ ന്യൂസിലൊന്നും കണ്ടില്ലേ? അവർ രണ്ടാളും ഫേമസ് ആയി. ചന്ദ്രു ഏട്ടനോ? അതൊരു സർപ്രൈസ് ആണല്ലോ. ആ, വന്നപ്പം ഞങ്ങളും ഒന്ന് സർപ്രൈസ് ആയി. ആണോ? ശരി ആൻറ്റി, ഞാനൊന്ന് അനുവിനെ കാണട്ടെ. പഴയ ഫോട്ടോകളും ഇത് കൊള്ളാം. അനു, തൻ്റെ ടോയ്ലറ്റിൽ ഞാനൊന്ന് പൊക്കോട്ടെ. എന്താ ഏട്ടത്തി ഇത്? ഞാൻ പറഞ്ഞതല്ലേ, ഏട്ടത്തിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതിനെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? താങ്ക് യു. ഈ ഏട്ടത്തി ഏട്ടനെ പോലെയാണല്ലോ, ഭയങ്കര മസിൽ പിടുത്തം. കല്യാണം ഒന്ന് കഴിയട്ടെ, ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഡി അനു. അല്ല, ഇതാര്? ശീതളോ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വരുന്ന കാര്യം നീ വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ ഡി. ആ, വരാൻ തോന്നി. അല്ല, നിന്റെ ഏട്ടനുണ്ടോ ഇവിടെ? അഭിയേട്ടൻ? സത്യം പറയടി, നീ എന്നെ കാണാനാണ് വരുന്നത് അതോ അഭിയേട്ടനെ കാണാനാണ് വരുന്നത്? ഈ ഇടയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അഭിയേട്ടനെ പറ്റി ചോദിക്കലും. ഒന്ന് പൊടി, നീ ഇവിടെ നിൽക്കുമല്ലേ, അതുകൊണ്ട് അഭിയേട്ടനെ ചോദിച്ചത്. ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരില്ലേ എൻ്റെ അടുത്ത്? നല്ല കാര്യം. ഇനിയിപ്പോൾ അഭിയേട്ടനെയാണ് കാണണമെങ്കിൽ നിന്നെ ചോദിച്ചേനെ, ഇത്രയേ ഉള്ളൂ. ശരി ശരി, വിശ്വസിച്ചു. അഭിയേട്ടൻ, നമ്മുടെ രാധികേച്ചി വന്നിട്ടുണ്ട്. രാധികേച്ചിയും അഭിയേട്ടനും റൂമിലിരുന്ന് സംസാരിക്കുമായിരിക്കും. രാധികേച്ചി വന്നോ? സംസാരിക്കുവാണോ അവർ? അതൊക്കെ പോട്ടെ, ചന്ദ്രേട്ടൻ ഗോൾ അടിച്ചല്ലോ, അതും നീ അറിഞ്ഞോ? നീ അത് കൊള്ളാലോ.
എൻ്റെ ഏട്ടത്തി സൂപ്പറാ. സുധ ഏട്ടത്തിയാ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്ത് പോയിരിക്കുക. വരുമ്പം പരിചയപ്പെടുത്തരാം. സുധ. ശരി, പരിചയപ്പെടാം. എൻ്റെ ഈശ്വര, ഞാനെടുക്കുന്ന വഴിയൊക്കെ ശരിയാണോ, അതോ ഈ തീരുമാനങ്ങളൊക്കെ തെറ്റാണോ? എൻ്റെ ലൈഫിനെ ഇനി എങ്ങോട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്? എൻ്റെ ലൈഫ് നശിച്ചാലും കുഴപ്പമില്ല. എന്നെ ഇത്രയും സങ്കടപ്പെടുത്തി, എന്നെ കരയിപ്പിച്ച്, എന്നെ ഒറ്റപ്പെടുത്തിയ അബി, അവൻ കരയണം. അത് മാത്രമേ ഇനി എൻ്റെ ഉള്ളിലുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ചത്താലും എനിക്ക് കുഴപ്പമില്ല. അബി, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിൻ്റെ ഏട്ടൻ്റെ കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടിയാണ് നീ സ്നേഹിക്കുന്ന സുധയോ? ഇതല്ലേ ഞാൻ ഇത്ര നേരം നിൻ്റെ അടുത്ത് പറഞ്ഞത്. അതാ എൻ്റെ സുധ. അവൾ എങ്ങനെ ഏട്ടൻ്റെ കൂടെ? ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈശ്വര, ആ പെൺകുട്ടിയാണോ? ഞാനും ശ്രീരാമേട്ടനെ സംസാരിച്ചൊക്കെ അവൾ കേട്ടതല്ലേ. അവൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാനിവിടെ ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നീ എന്താ ഈ ആലോചിക്കുന്നത്? ഹേയ്, ഞാൻ ആലോചിക്കുമായിരുന്നു നിന്റെ സുധ എങ്ങനെ ശ്രീരാമേട്ടൻ്റെ കൂടെ. അതാ എനിക്ക് മനസ്സിലാവാത്ത. ഞാനത് അവളോട് ചോദിച്ചത്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അവൾക്ക് എന്നോട് ദേഷ്യം ഞാൻ ഒറ്റക്കിട്ടിട്ട് പോയെന്നും പറഞ്ഞ്. അതിന് ഏട്ടൻ്റെ കൂടെ എങ്ങനെ ഇവളെത്തി? അതാ എനിക്കറിയേണ്ടത്. അവളുടെ ദേഷ്യം ന്യായമല്ലേ? അവളുടെ ആ സിറ്റുവേഷനിൽ നീ ഒറ്റക്കിട്ട് പോയാൽ ആർക്കായാലും ദേഷ്യം തോന്നില്ലേ? ശരി, അവൾക്ക് എന്നിട്ട് ദേഷ്യപ്പെടാം, വേണമെങ്കിൽ രണ്ട് തല്ലതല്ല. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ കൂടെ അത് ഞാൻ എങ്ങനെ സഹിക്കും? വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ. സുധ എൻ്റെത്, എൻ്റെ മാത്രം. അവളോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ എങ്ങനെ ഏട്ടൻ്റെ കൂടെ ഇവിടെ വന്നു എന്ന്? ഞാൻ ചോദിച്ചത്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് ഇപ്പം എൻ്റെ ദേഷ്യം ഒക്കെ ഞാൻ മാറ്റിയെടുക്കും. അവളെ എൻ്റെ സ്വന്തമാക്കും ഞാൻ, നോക്കിക്കോ.